മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായ അന്വേഷണത്വരയുടെ പരിഷ്കൃത രൂപമാണ് ശാസ്ത്രം. ജിജ്ഞാസയിൽ ആരംഭിച്ച് അന്വേഷണങ്ങളുടെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ച് നേടിയെടുത്തവയാണ് ആധുനിക മനുഷ്യന്റെ തിരിച്ചറിവുകളിൽ പലതും. മനുഷ്യ മസ്തിഷ്കത്തിന്റെയും പ്രപഞ്ചത്തിന്റെ അനന്തതയുടെയും സാധ്യതകൾക്ക് മുന്നിൽ ശാസ്ത്രത്തിന്റെ കരങ്ങൾ നീളുകയാണ്. നൂതനമായ തിരിച്ചറിവുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന അറിവിന്റെ ആഴങ്ങളിലേക്ക് ആധുനിക ശാസ്ത്രം മാനവകുലത്തെ നയിക്കുന്നു. പ്രപഞ്ച സത്യങ്ങൾ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ മനുഷ്യന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ 5 നൂറ്റാണ്ടുകളോളം നീണ്ട ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ തിരിച്ചറിവുകളിൽ ചിലത് മനുഷ്യനെക്കുറിച്ച് തന്നെയുള്ളതാണ്. ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ മനുഷ്യൻ തിരിച്ചറിഞ്ഞതിനോളമോ അതിലുമേറെയോ സങ്കീർണതകൾ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ദൃഷ്ടി പായിച്ച ഗവേഷകർ തൊട്ടറിഞ്ഞു. 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു ഏകകോശ ജീവിയായി ആരംഭിച്ച ജീവൻ ഇക്കാലത്ത് മനുഷ്യനോളം എത്തി നിൽക്കുമ്പോൾ അതിലേക്ക് നയിച്ച സങ്കീർണമായ പരിണാമ പ്രക്രിയ ശാസ്ത്രത്തിനു മുന്നിൽ ഒരു മഹാസമസ്യയാണ്. അനവധി ശാസ്ത്രജ്ഞർ തങ്ങളുടെ ജീവിതകാലത്തോളം നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ തിരിച്ചറിഞ്ഞ ആഴമേറിയ രഹസ്യങ്ങൾ ജീവന്റെ പരിണാമത്തിന് പിന്നിലുണ്ട്. പരിണാമത്തിന്റെ അന്തിമ രൂപമായ മനുഷ്യ മസ്തിഷ്കത്തെ അടുത്തറിയുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച മഹാശക്തിയുടെ കരവിരുത് നമ്മെ വിസ്മയഭരിതരാക്കുമെന്ന് തീർച്ച. 350 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യ ജീവരൂപമായ ബാക്ടീരിയയിലേക്ക് നിശ്വസിക്കപ്പെട്ട ജീവൻ ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലൂടെ അതിസങ്കീർണതയിലേക്ക് പരിണമിച്ച് വന്നപ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള ശേഷി പോലും കൈവരിച്ചതാണോ ഈ മനുഷ്യൻ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് വികാസ പരിണാമത്തിൻ്റെ ചരിത്രഗതികളിൽ ജീവൻ അവലംബമാക്കിയിരിക്കുന്ന പാതകളിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമെന്നുള്ളതാണ്. ഒത്തിരിയേറെ ദാർശനിക ദൈവശാസ്ത്ര അന്തർധാരകൾ പേറുന്നതാണ് ജീവൻ്റെ വികാസ പരിണാമത്തെ പറ്റിയുള്ള ഗവേഷണം. ഇത്തരണത്തിൽ എന്ത് ദാർശനിക ദൈവശാസ്ത്ര ഉൾക്കാഴ്ചകളാണ് ജീവൻ്റെ പരിണാമത്തെയും വികാസത്തെയും പറ്റി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പരിശ്രമിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ നിരീക്ഷണങ്ങളനുസരിച്ച് ഭൂമി ഉൾപ്പെടെ സൗരയൂഥം രൂപം കൊണ്ട ശേഷം 100 കോടിയോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിൽ ജീവൻ ആദ്യമായി കാണപ്പെടുന്നത്. ഏറ്റവും ലളിതമായ രൂപത്തിൽ ഒരു ഏകകോശ ജീവിയായിരുന്ന ആദ്യ ജീവരൂപം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് സങ്കീർണ ജീവരൂപങ്ങളായി തീർന്നു. ഇത്തരം ശാസ്ത്രീയ നിഗമനങ്ങളെല്ലാം ഏറെക്കുറെ കൃത്യതയുള്ളതാണ് എന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. ആഴമേറിയ പഠനങ്ങളിലൂടെ വെളിപ്പെട്ട തികഞ്ഞ ശാസ്ത്രീയതയുള്ള മാനദണ്ഡങ്ങളിലൂടെയാണ് നിരവധി ഗവേഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ജീവന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളിൽ ശാസ്ത്രചിന്തകർക്ക് പൊതുവെ സമവായമുണ്ട്. ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് എന്നുള്ളത് കണക്കാക്കുന്നത് പ്രത്യേക ഒരു ഏജ് ഡിറ്റർമിനേഷൻ, റോക്കിൻ്റെ ഏജ് കണ്ടുപിടുത്തുന്ന പോലെയല്ല. കാരണം ബയോളജിക്കൽ ആക്ടിവിറ്റി ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളാണ് നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഫോസിൽ എവിഡൻസസ് ആണ്.
അപ്പോൾ ഫോസിൽ എവിഡൻസസ് മൈക്രോ ഫോസിൽസിൻ്റെ എവിഡൻസസ് വെച്ചിട്ട് 3 ബില്യൺ ഇയേഴ്സ് അങ്ങനെ 3.5 ബില്യൺ ഇയേഴ്സ് എന്നൊക്കെ പല ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനേക്കാളും പഴയ ചില കാര്യങ്ങൾ, പഴയ എവിഡൻസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഐസോട്ടോപ്പ്, കാർബണിൻ്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പ്, കാർബൺ 12 ആൻഡ് കാർബൺ 13, ഇത് രണ്ടും കാർബണിൻ്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പാണ്. ഇതിൽ കാർബൺ 12 ആണ് ജീവജാലങ്ങൾ കൂടുതലായി പ്രിഫറൻഷ്യലായിട്ട് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി ഒരു കാർബൺ ഡെപ്പോസിറ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കാർബൺ 12ൻ്റെ മറ്റ് പരിസ്ഥിതി സ്ഥലങ്ങളെക്കാൾ കൂടുതലായി കാർബൺ 12ൻ്റെ അളവ് കാണും. ഈ റേഷ്യോ മാറും. അങ്ങനെ സ്റ്റേബിൾ ഐസോട്ടോപ്പ് റേഷ്യോ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ ഏതാണ്ട് 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം 450 കോടി വർഷം മുമ്പ് ഭൂമി ഉണ്ടായത്, ഭൂമിയും സൗരയൂഥമൊക്കെ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നത്. അപ്പം ഈ 400 കോടി വർഷത്തിന് മുമ്പ് തന്നെ ലേറ്റ് ഹെവി ബൊമ്പാർഡ്മെൻറ്റ് എന്ന് പറഞ്ഞ് കോമറ്റുകളുടെയും അസ്ട്രോയിഡുകളുടെയൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആയിരുന്നു ഭൂമിയിലും എല്ലാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ലൈഫ് ഉണ്ടാകാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്, ഉരുകിയ ലാവയൊക്കെ. അപ്പം ഭൂമി തണുത്തുറഞ്ഞ് ലൈഫിന് പറ്റിയൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ലൈഫിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 50 കോടി വർഷങ്ങൾ ഏകകോശ ജീവികളുടേതായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് ഓക്സിജൻ പോലും ലഭ്യമായത് എന്ന് കരുതപ്പെടുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിക്കാനുള്ള കഴിവ് ജീവവർഗങ്ങൾക്ക് ലഭിച്ചതും വളരെ പിന്നീടാണ്. 400 കോടി വർഷങ്ങളായി ഭൂമിയിൽ ജീവനുണ്ടായെന്ന് നമ്മൾ ഇപ്പോഴുള്ള ചില എവിഡൻസസ് കാണിക്കുന്നത്. എന്നാൽ ഈ 400 കോടി വർഷത്തിൽ ഭൂരിഭാഗവും ഏതാണ്ട് 350 കോടി വർഷവും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അധികം ഇല്ലായിരുന്നു. കാരണം ഏതാണ്ട് 200 കോടി 250 കോടി വർഷങ്ങളിലൊക്കെ സൈനോബാക്ടീരിയ പോലെയുള്ള ചെറിയ സൂക്ഷ്മജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് വരികയും ഓക്സിജൻ അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യുകയും കടലിൽ അത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവുകയും അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 50 കോടി വർഷം മുമ്പാണ് പെട്ടെന്ന് ഒരു ആനിമൽ എക്സ്പ്ലോഷൻ, കാംബ്രെയിൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ടായി. അങ്ങനെ അതിനുശേഷമാണ് ഒത്തിരി സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലീനിയർ അല്ല, കാരണം ഈ 400 കോടി വർഷങ്ങളായിട്ട് എല്ലാ ജീവജാലങ്ങളും ഇല്ല. കാരണം ഇതെല്ലാം നമുക്ക് കിട്ടുന്ന പിക്ചർ ഫോസിൽ എവിഡൻസസ് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പിക്ചർ കിട്ടുന്നത്. ജീവന്റെ ആദ്യ രൂപം സമുദ്രത്തിലാണ് കാണപ്പെട്ടത് എന്ന ഒരു വാദമുണ്ട്. എന്നാൽ ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചതായതിനാൽ അത്തരം സിദ്ധാന്തങ്ങൾക്ക് അവ്യക്തതയുണ്ട്. ഇന്ന് നാം കാണുന്ന ഭൂഖണ്ഡങ്ങളും സമുദ്രഭാഗങ്ങളും ഈ രൂപത്തിൽ എത്തിച്ചേർന്നത് താരതമ്യേന സമീപകാലത്താണ്. പഴയ പാറകൾ കണ്ടെത്തുക എന്നുള്ളത് ഭൂമിയിൽ കാരണം ഇത്തരം സ്റ്റഡി നടത്തുന്നതിന് പഴയ പാറകൾ കിട്ടണം. അപ്പം അത് ദുഷ്കരമായിരിക്കാൻ കാരണം ഭൂമിയുടെ പ്ലേറ്റ് ടെക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു പ്രകൃതിയുടെ ഒരു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, ഇങ്ങനെ പ്ലേറ്റ് ടെക്ട്രോണിക്സ് ഉണ്ട്. അപ്പം പഴയ പ്രതലങ്ങളെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും പുതിയ പ്രതലം കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ അവിടെ ചെല്ലുമ്പം ഭൂമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു പുഷിങ് വരുന്നുണ്ട്, പ്ലേറ്റ് ടെക്ട്രോണിക്സ്. അപ്പോൾ അങ്ങനെ പല സംഗതികളും ഭൂമിയുടെ അടിയിലേക്ക് പോയി. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇത്തരം പഴയ റോക്സ് പ്രിസർവ്ഡ് ആയിട്ടുണ്ട്. അത്തരം റോക്സിൽ നടത്തിയിരിക്കുന്ന പരീക്ഷണത്തിലാണ് ഈ എവിഡൻസ് കിട്ടിയിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ 1859 പ്രസിദ്ധീകരിച്ച ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള പരിണാമം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ആശയം. അക്കാലത്തിന് വളരെ മുമ്പ് മുതലുണ്ടായിരുന്ന സമാനമായ പല തത്വശാസ്ത്രങ്ങളുടെ ക്രോഡീകരണം കൂടിയായിരുന്നു ഡാർവിൻ്റെ സിദ്ധാന്തം. പിൽക്കാലത്ത് രംഗപ്രവേശം ചെയ്ത അനവധി ശാസ്ത്രജ്ഞർ പരിണാമ സിദ്ധാന്തത്തിൽ കാലാനുസൃതമായ കൂട്ടിച്ചേർക്കലുകളും പരിഷ്കരണങ്ങളും നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് പൊതുവെ
സകലരും പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു. കത്തോലിക്ക സഭയുടെ നിലപാടുകളും വ്യത്യസ്തമല്ല. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആലങ്കാരികമായി വിശദീകരിക്കുന്ന സൃഷ്ടിയുടെ പിന്നിലെ ദൈവിക രഹസ്യം ശാസ്ത്രത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നു എന്നതാണ് ദൈവശാസ്ത്രത്തിൻ്റെ വിശദീകരണം. ഡാർവിൻ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ മാസങ്ങൾക്കകം അതിൻ്റെ ആദ്യത്തെ പ്രതി മുഴുവനും വിറ്റഴിഞ്ഞു. പിന്നീട് പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ പതിപ്പിൽ അതിൻ്റെ മുഖവുരയിൽ ഡാർവിൻ മനഃപൂർവ്വം ഒരു ക്ലോസ് ആഡ് ചെയ്തു. അത് ആസ് പെർ ദ ലോസ് ഇംപ്രിൻറ്റഡ് ഓൺ മാറ്റർ ബൈ ഇറ്റ്സ് ക്രിയേറ്റർ, അതിൻ്റെ സൃഷ്ടാവിനാൽ. ഈ ബൈ ഇറ്റ്സ് ക്രിയേറ്റർ എന്നുള്ളത് ഡാർവിൻ മനഃപൂർവ്വം രണ്ടാമത്തെ പതിപ്പിൽ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയപ്പെടുന്നു. ഡാർവിൻ്റെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന വിഭിന്നങ്ങളായ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഏതായാലും വിശ്വാസത്തിന് അത്ര ആധികാരികമായ ഒരു റെഫറൻസായിട്ട് ഡാർവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ കൂടിയും പല സൂചനകളും ഡാർവിൻ്റെ കൃതികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആഷാഗ്രെ എന്ന് പറയുന്ന സുഹൃത്തിന് അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ ടു റൈറ്റ് എത്തീയിസ്റ്റിക്കലി, നിരീശ്വരത്വപരമായി എഴുതണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശ്യവും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്നുള്ളത്. ഡാർവിനിയൻ എവല്യൂഷൻ അനുസരിച്ച് ഡാർവിനിയൻ എവല്യൂഷനിൽ ജീവി എങ്ങനെ ആദ്യത്തെ ജീവി എങ്ങനെ ഉണ്ടായെന്നുള്ളതിന് യാതൊരുവിധ തെളിവും അതിനകത്തില്ല. അല്ലെങ്കിൽ അതേ ഡാർവിൻ ആ വിഷയം പരിഗണിച്ചിട്ടില്ല. അതേസമയം ഒരു സൂക്ഷ്മജീവിയിൽ നിന്ന് തന്നെ പരിണാമം കൊണ്ട് മറ്റ് ജീവികളുണ്ടാവാം. അതിന് പല ഘട്ടങ്ങളിലായി റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നാച്ചുറൽ സെലക്ഷൻ, ഇത് രണ്ടുമാണ് അതിനകത്ത് അഡ്വക്കേറ്റ് ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പിൾ. അതായത് ഈ ജീവികളുടെ ഒരു പ്രത്യേകത ഡാർവിനിയൻ എവല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു ജീവി റിപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് കോപ്പിയല്ല ഉണ്ടാകുന്നത്. അതിൻ്റെ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് എക്സാക്റ്റ് കോപ്പിയല്ല, അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഈ വേരിയേഷൻസിൽ ഫേവറബിൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ ഏത് തരം ഓഫ് സ്പ്രിങ്ങുകളാണോ അതിന് യോജിച്ചത് അതിന് കൂടുതൽ സർവൈവബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ വരുന്നത്. ഇപ്പം ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്ന ജീവികളായിരിക്കും പിന്നീട് അവിടെ ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ താഴ്ന്ന ടെമ്പറേച്ചർ ജീവിക്കാൻ പറ്റിയ ജീവികൾ സാവധാനം ഡെവലപ്പ് ചെയ്യും. ഇതേ രീതിയിൽ പ്രകൃതിയിലുണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ലക്ഷ്യങ്ങൾ പരിണാമം സംഭവിക്കുകയാണ്. ഇതൊരു കംപ്ലീറ്റ്ലി റാൻഡം പ്രോസസ്സാണ്. കാരണം ഇതിനകത്തൊരു ദിശാലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം അത്തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങളുണ്ട്. ഇപ്പോൾ ഓർത്തോജെനിസിസ് എന്ന് പറയുന്നതിൽ ഈ എവല്യൂഷന് മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ഹിഡൻ ഫോഴ്സ് ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഇപ്പോഴും അതിനെക്കുറിച്ച് അത് ആരും കണ്ടെത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു. അതായത് നമ്മളിപ്പോൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് മരമായി മാറുന്നതിന് ഉള്ള പ്രോഗ്രാമിങ് അതിനകത്തുണ്ട്. അതുപോലെ ഈ ജീവജാലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ബാക്ടീരിയയും തുടങ്ങി അത് ഇത്തരത്തിലുള്ള പരിണാമം സംഭവിച്ച് ഇൻ്റലിജൻ്റ് ക്രീച്ചേഴ്സായി മാറി മനുഷ്യനുണ്ടാവുമോ? അങ്ങനെയുള്ള തിയറി അതിന് ഓർത്തോജെനിസിസ് ജെനറ്റിക്സ് എന്നൊക്കെ പറയും. മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവവർഗമായ പ്രൈമേറ്റുകൾ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രൂപം കൊണ്ടവയാണ് എന്ന് ശാസ്ത്രം പറയുന്നു. പൊതുവായ സസ്തനി വർഗത്തിനും അധികം പഴക്കമില്ല. ലോകം വിഖ്യാതമായ ദിനോസർ വർഗത്തിൻ്റെ അധീനതയിലായിരുന്ന കാലം കേവലം 14 കോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതിനുശേഷമാണ് മനുഷ്യവർഗത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിർണായക ഘട്ടങ്ങളിലേക്ക് പരിണാമ പ്രക്രിയകൾ പ്രവേശിച്ചതത്രേ. ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും അതിസങ്കീർണവും ദുർഗ്രഹവുമായ വഴികളിലൂടെ ജീവന്റെ യാത്ര ക്രമീകരിക്കപ്പെട്ടിരുന്നതിന് പിന്നിൽ ശാസ്ത്രത്തിന് വ്യക്തമായ വിശദീകരണങ്ങളില്ല. ജനറ്റിക്കൽ ആയിട്ട് പറഞ്ഞാൽ ചിമ്പാൻസിയുമായിട്ട് ഒരു 99% ജീനുകളും ചിമ്പാൻസിയുടെ ജീനുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനും ഈ മറ്റ് ജീവികളുമായി കാര്യമായ വ്യത്യാസം ജനറ്റിക്കലായിട്ടില്ല. പക്ഷേ ചെറിയ ഒരു വ്യത്യാസത്തിൽ തന്നെ, ചെറിയ ചില ജീനുകളുടെ വ്യത്യാസത്തിൽ തന്നെ മനുഷ്യന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സ്വയം ചിന്തിക്കാനും
ഇത് സെൽഫ് അവെയർ ആകാനും പലതരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടാകാനും അതുപോലെ തന്നെ സയൻറ്റിഫിക് ഡിസ്കവറി നടത്താനും ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലെവലിലേക്ക് മനുഷ്യൻ ഉയർന്നു. അത് പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ അന്വേഷിക്കുക, കണ്ടെത്താനായിട്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ ക്രിയേഷനാണല്ലോ. ആ ജിജ്ഞാസയിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള മറ്റു ജീവികളില്ല. ആ രീതിയിൽ മനുഷ്യൻ വ്യത്യസ്തനാണ്. ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മനുഷ്യൻ്റെ രൂപീകരണം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പലതുണ്ട്. മുഖ്യമായും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും പാൻസ്പെർമിയ തിയറിയും രണ്ട് വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ പരിണാമത്തെ വിലയിരുത്തുന്നു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ അനുസരിച്ച് പരിണാമം മനുഷ്യനിലേക്ക് എത്തിയതിനു പിന്നിൽ തികഞ്ഞ ആകസ്മികതയല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ ജീവൻ ഭൂമിക്ക് വെളിയിൽ എവിടെ നിന്നോ ആണ് ഭൂമിയിലേക്ക് എത്തിയത് എന്ന് വിശദീകരിക്കുന്ന പാൻസ്പെർമിയ തിയറി അനുസരിച്ച് ജീവന്റെയും പരിണാമത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യങ്ങൾ അഭൗമികമായ ഏതോ ചില ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ദൈവശാസ്ത്രജ്ഞരും ചിന്തകരുമായ അനേകർ ഉയർന്നു ചിന്തിക്കുന്നു. സ്രഷ്ടാവായ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകളോടെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിന് അവർക്കിടയിൽ സംശയങ്ങളില്ല. ദൈവശാസ്ത്ര ദൃഷ്ടിയ ഒരു കാര്യവും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ദൈവം പരിണാമത്തിൻ്റെ ഉടയവനാ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും ജീവനെ ജനിപ്പിക്കുവാനും ജീവനെ വളർത്തുവാനും ദൈവം അവലംബിക്കുന്ന രീതി പരിണാമത്തിൻ്റേത് തന്നെയാണ്. അതുകൊണ്ടാണ് സൃഷ്ടികർമ്മം തന്നെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമായിട്ട് ബൈബിള് പോലും വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് പൂർത്തിയാകുന്നതല്ല സൃഷ്ടി, അത് യുഗാന്ത്യം വരെ സംഭവിക്കുന്ന കാര്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനെയാണ് ന്യൂമെറ്റോളജിക്കൽ ക്രിയേഷൻ, പരിശുദ്ധാത്മാവിലുള്ള സൃഷ്ടി എന്നൊക്കെ ദൈവശാസ്ത്രം വിവക്ഷിക്കുന്നത്. അതിൻ്റെ ഒരുപാട് സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിലുള്ള സൃഷ്ടി അഥവാ അനുസ്യൂതം സംഭവിക്കുന്ന സൃഷ്ടി കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ്റെ പരിണാമത്തെയും വികാസത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിണാമ സിദ്ധാന്തം എടുക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തെ ഇതിൽ നോക്കുമ്പം കാണുവാൻ പറ്റും. അതായത് സൂക്ഷ്മജീവിയിൽ നിന്ന് അതീവ സങ്കീർണമായ നമ്മൾ മനുഷ്യനുണ്ടായി എന്ന്. പക്ഷേ സാറ് പറഞ്ഞു ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ പ്രോഗ്രസ്സിൽ ഒരു ദിശയില്ല, ഒരു ഡിറക്ഷൻ ഇല്ല എന്ന്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരും തിയോളജിയൻസുമായ തേർഡ് ശതമാൻ പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അരബിന്ദോ പറയുന്നത്, ഈ എവല്യൂഷനിലെല്ലാം ഒരു ദിശ നമുക്ക് കണ്ടു പറ്റുവാൻ സാധിക്കുമെന്നാണ്. ആ ദിശ അവർ പറയുന്നതനുസരിച്ച് ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അവിടെ തിയോളജിയാണ് വരുന്നത്, അവിടെ സയൻസ് അല്ല. പക്ഷേ എന്നിരുന്നാലും ശാസ്ത്രത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു ദിശ ഡിസേൺ ചെയ്യുവാൻ പറ്റുമോ? നേരെ കാണാൻ പറ്റുകയില്ലായിരിക്കും, പക്ഷേ എന്നാൽ ഡിസേൺ ചെയ്യുവാൻ പറ്റുമോ? വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം തന്നെയാണത്. കാരണം ഈ എവല്യൂഷന് ഒരു ദിശയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർശനമായി ഡാർവിൻ തിയറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ദിശയില്ല. ഉണ്ടാകുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് ഈ ജീവികളെല്ലാം പരിണാമം സംഭവിക്കുന്നത്. പക്ഷേ ഈ പാൻസ്പെർമിയ തിയറിയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് ഒരു പ്യുവർലി റാൻഡം മ്യൂട്ടേഷൻ ആണെന്ന് അവിടെ സമർത്ഥിക്കുന്നില്ല. കംപ്ലീറ്റ്ലി റാൻഡം മ്യൂട്ടേഷന് പകരം ഇത്തരത്തിലുള്ള ജീൻസ് ആണ് വരുന്നതെങ്കിൽ ഈ ജീൻ പൂളിൻ്റെ അനുസരിച്ചിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ജീവികൾ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി റാൻഡം അല്ല. ഈ വരുന്ന ജീൻസ് ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോംസ് വേറെ സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഈ എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് മൂലം ഇവിടെയുള്ള സ്പീഷീസിന് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അത് അഫക്റ്റ് ചെയ്യും. ഇപ്പം 50 കോടി വർഷം മുമ്പ് ഒരു പ്രതിഭാസം ഉണ്ടായത് ഫോസിൽ റെക്കോർഡ് കാണിക്കുന്നത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് പുതിയ ന്യൂ സ്പീഷീസ്
അങ്ങനെയുള്ള ആ സ്പീഷീസിൻ്റെ എവല്യൂഷൻ എങ്ങനെ ഒരു ചെറിയ കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഡാർവിൻ തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ അതിന് പല പല തിയറികളും പലരും അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഡാർവിൻ തിയറി അനുസരിച്ചാണെങ്കിൽ ആ സ്പീഷീസ് പല ബോഡി പ്ലാനുള്ള അനിമൽസിനെയാണ് അവിടെ കണ്ടെത്തിയത്. അപ്പം ഈ പല ബോഡി പ്ലാനുള്ള അനിമൽസ് പെട്ടെന്ന് അപ്പിയർ ചെയ്ത് അതിൻ്റെ ഏൻസസ്റ്റേഴ്സിനെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഈ സഡൻ ചേഞ്ച് ഈ പരിണാമം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അപ്പം അവിടെ ഈ ഡാർവിനിയൻ തിയറി നമ്മൾ പരിണാമം അംഗീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പരിണാമം ഉണ്ടാകുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ടാവാം. അപ്പോൾ ആ കാരണത്തിന് പ്രത്യേക ദശയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനിയും പഠനം നടത്തേണ്ടിയിരിക്കും. പരിണാമം ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. ഓരോ ജീവവർഗത്തിൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് പരിണാമം. തങ്ങളുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സകലതിനും മാറ്റങ്ങൾ സംഭവിച്ചേ മതിയാവൂ. എന്നാൽ മനുഷ്യവർഗത്തിൽ അത് അല്പം വ്യത്യസ്തമാണ്. മനുഷ്യനിലുള്ള പരിണാമം അവൻ്റെ ഭൗതിക വളർച്ചയെ കൂടി ആശ്രയിച്ചാണിരിക്കുന്നത്. സാമൂഹികമായും സാങ്കേതികമായും മനുഷ്യനിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വരും കാലത്ത് ശാസ്ത്രത്തിൻ്റെയും സാമൂഹിക സംവിധാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി മനുഷ്യരിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കരുതുന്ന അനേകരുണ്ട്. പുതിയ ടെക്നോളജി മനുഷ്യ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അപ്പം അതൊരു ബയോളജിക്കൽ എവല്യൂഷനിലുപരി മനുഷ്യൻ്റെ സോഷ്യൽ എവല്യൂഷൻ തന്നെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്നത് ഒരു സോഷ്യൽ പ്രോഗ്രസീവ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി സോഷ്യൽ സെറ്റപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇപ്പം ആദ്യകാലത്ത് അടിമത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ലീഗൽ ആയിരുന്നു. അതിനുശേഷമാണ് അടിമത്വമൊക്കെ ഇല്ലാതായത്. അങ്ങനെ മനുഷ്യാവകാശത്തിന് കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യം വന്നു. എംപവർമെൻറ്റ് ഓഫ് വുമൺ, ഡൗൺ ട്രോഡൻ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പുനരുദ്ധരിക്കണമെന്നുള്ള ചിന്താഗതികൾ മനുഷ്യരിലുണ്ടാകുന്നു. അപ്പം ഒരു കൾച്ചറൽ പ്രോഗ്രഷൻ ഉണ്ട്. ദർ ഈസ് എ ഗുഡ് വിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള, അതായത് മറ്റ് സഹജീവികളെ കീഴ്പ്പെടുത്തി ജീവിക്കേണ്ട, അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയോട് തന്നെ ഒരു സ്നേഹം. മറ്റ് ജീവികളും ഇതിൻ്റെ ഒരു ജീവൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് അവയ്ക്കും അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള നിയമങ്ങൾ കർശനമാക്കി. പണ്ടൊക്കെ ആണെങ്കിൽ കാട്ടിൽ കയറി ആർക്കും വെടിവെച്ച് മൃഗങ്ങളെ കൊല്ലാം. ഇപ്പോൾ അതിനെതിരെയൊക്കെ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ മനുഷ്യന് സഹജീവികളോടുള്ള പെരുമാറ്റത്തിലും അതുപോലെ തന്നെ മറ്റ് ജീവികളോടുള്ള പെരുമാറ്റത്തിലും പ്രകൃതിയോട് ഉള്ള പെരുമാറ്റത്തിലും എല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പല നെഗറ്റീവ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരം പോസിറ്റീവ് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രഷനിൽ നമ്മൾ ഇനി ഒരു ഘട്ടത്തിൽ ചിലപ്പം അനിമൽസിനെ കില്ല് ചെയ്യേണ്ട ഫുഡ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഇതിലോട്ട് വരും. അത്തരം മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ കാര്യങ്ങൾ മാറാം. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് ദാറ്റ് വേ. നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കി പരസ്പരം യുദ്ധം ചെയ്ത് എല്ലാവരും മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ പലരും പ്രഡിക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു മോറൽ ഫോഴ്സ് ദർ ഈസ് ഓൾവേസ് കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. തെറ്റ് ചെയ്തവർ അതിനെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു ബോധം ഉടലെടുത്ത് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാവും മനുഷ്യ സമൂഹത്തിന്. ഒരു ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഫാർ ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഒരു സോഷ്യൽ എവല്യൂഷനാണ് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു എവല്യൂഷൻ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ജൈവ പരിണാമത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകം ജീനുകളാണ്. മനുഷ്യൻ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനിതകപരമായി ജീവനിൽ ഇടപെടാൻ കഴിയും എന്ന ആത്മവിശ്വാസം ശാസ്ത്രജ്ഞർക്കുണ്ട്. എന്നാൽ മനുഷ്യജീവനെക്കുറിച്ചുള്ള ജനിതകശാസ്ത്രത്തിൻ്റെ അറിവുകൾ പരിമിതമായി തുടരുകയാണ്. ശാസ്ത്രരംഗം കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ജനിതകപരമായി മനുഷ്യനിൽ ഇടപെടുവാൻ കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യനിലെ ജൈവികമായ പരിണാമത്തിന് ശാസ്ത്രവും കാരണമായേക്കാം. ഒട്ടേറെ ധാർമ്മിക പ്രശ്നങ്ങളുള്ള ഒരു രംഗമാണ് ഇത് എന്നതിനാൽ വിശദമായ പഠനങ്ങൾ ആവശ്യമാണ്. അപ്പം ആദ്യം ബയോളജിക്കൽ എവല്യൂഷൻ, പിന്നെ സോഷ്യൽ കൾച്ചറൽ എവല്യൂഷൻ എല്ലാം നമ്മെ മുന്നോട്ട് നയിക്കുന്നു.
പക്ഷേ എന്നാൽ തന്നെയും ഇപ്പോൾ ശാസ്ത്രജ്ഞന് ഈ ബയോളജിക്കൽ എവല്യൂഷനെയും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. അതും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇപ്പം ജെനറ്റിക്സിൽ വളരെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ജെനറ്റിക്സ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ജീൻസ് ഒരു 90% ജീൻസും ജങ്ക് ജീൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അതിൻ്റെ ഫങ്ഷൻസ്. അപ്പം ഐഡൻറ്റിഫൈ ഒരു 30,000 ജീൻസ് മനുഷ്യൻ്റെ ജീനോംസിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അപ്പം അത്തരം ജീനുകളുടെ ഓരോന്നും മനസ്സിലാക്കി ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി, കമ്പ്യൂട്ടറാണ് നമുക്ക് ഇരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ. അപ്പം വളരെ അധികം മില്യൺസ് ഓഫ് ഡാറ്റ കാര്യങ്ങൾ സംഗ്രമിച്ച് അതിൽ നിന്ന് കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്നതിന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ടെക്നോളജി വെച്ച് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബയോടെക്നോളജിക്കലായിട്ട് നമുക്ക് പല ഡിസീസ് ചിലപ്പം ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും. അതിൻ്റെ പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡിൽ മനുഷ്യനെ ഇത് അത്തരത്തിലുള്ള ഫ്രീക്കായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്നത്, കൊളോൺ ചെയ്ത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത് അത് മനുഷ്യനിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം. പക്ഷേ ദർ ഈസ് ഓൾവേസ് എ മോറൽ തിങ്കിങ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴെല്ലാം രാഷ്ട്രങ്ങൾ ഇടപെട്ട് അതിനൊരു നിയമങ്ങൾ കൊണ്ടുവരികയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെടുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശാസ്ത്രം അതിൻ്റെ സിദ്ധാന്തങ്ങളിലൂടെയും തിരിച്ചറിവുകളിലൂടെയും മുന്നോട്ട് വയ്ക്കുന്നത് ജീവൻ സംബന്ധിച്ചുള്ള സങ്കീർണതകളുടെ ആഴങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളിലൂടെ നാം ജീവൻ്റെ മഹത്വത്തെ അടുത്തറിയുന്നു. എന്നാൽ ആത്മീയ ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ വലുതാണ്. അനവധി ആത്മീയ ആചാര്യന്മാരും ദൈവശാസ്ത്ര പണ്ഡിതരും തങ്ങളുടെ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ജീവൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളോടൊപ്പം പരിഗണിക്കപ്പെടേണ്ടവയാണ്. ജീവിതം ഒരു മഹാരഹസ്യമാണ്. പക്ഷെ ജീവിതം മാത്രമല്ല, ഈ 4 മില്യൺ പഴക്കമുള്ള ജീവിതം എങ്ങനെ ആ സൂക്ഷ്മജീവിയിൽ നിന്ന് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ജീവിയായി, ആ പ്രോഗ്രസ്സും ഒരു മഹാരഹസ്യമാണ്. അതൊരു മിസ്റ്ററിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇനിയും പഠിക്കുവാനുണ്ട്. ശാസ്ത്രം അതിനെ സഹായിക്കും. ശാസ്ത്രം സഹായിക്കുന്നത് പോലെ ദൈവം, മതം, നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ലൈഫ്, ഇതെല്ലാം ഈ രഹസ്യത്തെ നമ്മളിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്നു. മതം, ശാസ്ത്രം അവ രണ്ടും ഒന്നിച്ചു പോകുന്നു. ജീവിതത്തെ അടുത്തറിയുവാൻ ജീവിതം എന്ന മഹാരഹസ്യത്തെ നമ്മളിലേക്ക് ഉൾക്കൊള്ളിക്കും. ജീവൻ്റെ മഹാരഹസ്യങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ അനവധിയാണ്. അതിശയകരമായ വഴികളിലൂടെ ജീവൻ്റെ സങ്കീർണതകൾക്ക് മനുഷ്യനിൽ രൂപം നൽകിയ സർവശക്തനായ ദൈവത്തെയാണ് അവിടെ നാം കണ്ടുമുട്ടുന്നത്. ആകസ്മികം എന്ന ഒറ്റ വാക്കിൽ ശാസ്ത്രം അതിനെ വിശദീകരിച്ചാലും അതിനതീതമാണ് യാഥാർത്ഥ്യം എന്ന ഉൾക്കാഴ്ചയാണ് ഇത്തരം വിചിന്തനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. മതത്തോടുള്ള മസ്തിഷ്കശാസ്ത്രപരമായ ഒരു സമീപനത്തെയാണ് നമ്മൾ ന്യൂറോ റിലീജിയൻ എന്ന് പറയുന്നത്. ഈ കോൺസെപ്ച്വൽ ലാംഗ്വേജ്, സാധാരണ ലാംഗ്വേജസ് അല്ല, കോൺസെപ്ച്വൽ ലാംഗ്വേജ്, അതും ബ്രെയിനിലൊരു പർട്ടിക്കുലർ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ, അതെയോ നമ്മളുടെ റിലിജൻ പോലെ ദ ഹോൾ ബ്രെയിൻ ഈസ് ഓപ്പൺ ടു കോൺസെപ്ച്വൽ ലാംഗ്വേജ്, ദ ഹോൾ ബ്രെയിൻ ഈസ് ഓപ്പൺ ടു ഗോഡ്? മനുഷ്യൻ്റെ മതാത്മകത നമ്മുടെ ജീവശാസ്ത്രത്തിൽ തന്നെ ഇൻബിൽറ്റ് ആണ്, ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ച ഒരു ലീഡ് ആർട്ടിക്കിളിന് അവർ കൊടുത്തിരുന്ന ടൈറ്റിൽ ഇതായിരുന്നു: മതം കറുപ്പ് തന്നെ.
ന്യൂറോ സയൻസിനെ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് ആ രീതിയിലുള്ള നിരീശ്വരത്വപരമായ വ്യാഖ്യാനങ്ങൾ. അത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിശാസ്ത്രമെന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ.